ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡോമിനോ ലോജിക് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡൈനാമിക് ലോജിക് പഠിച്ചു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഡോമിനോ ലോജിക്. അപ്പോൾ ഡോമിനോ ലോജിക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആക്ച്വലി ഡൈനാമിക് ലോജിക്കിന്റെ ഒന്ന് രണ്ട് ഇഷ്യൂസ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതല്ലാണ്ട് ഡൈനാമിക് ലോജിക്കിന് വേറൊരു മെയിൻ ഇഷ്യൂ ഉണ്ട്, ദാറ്റ് ഈസ് എ കാസ്കേഡിംഗ് ഇഷ്യൂ. ഒരു ഡൈനാമിക് ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കാസ്കേഡ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത ടെക്നിക്കാണ് എന്ത് ഡോമിനോ ലോജിക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കണം എന്താണ് കാസ്കേഡിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡൈനാമിക് ലോജിക് ഒക്കെ പഠിച്ചാണ്. എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമുക്കൊരു ക്ലോക്ക് കൊടുക്കാൻ ഒരു PMOS ഉണ്ടാവും, ഒരു NMOS ഉണ്ടാവും, അതല്ലാണ്ട് നമ്മുടെ സർക്യൂട്ടറി ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ NMOS ഇൻവെർട്ടർ കൺസിഡർ ചെയ്യുകയാണ്. സോ ഇവിടെ എന്താണ് കാസ്കേഡിംഗ് ഇഷ്യൂ നോക്കാം. കാസ്കേഡിംഗ് മീൻസ് എന്നാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ആയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേജ് ഉണ്ടെങ്കിൽ അതാണ് കാസ്കേഡിംഗ്. അപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. സെയിം സർക്യൂട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം ഇതിന്റെ ഔട്ട്പുട്ട് ഡയറക്ട്ലി എന്താണ് അടുത്തതിന്റെ ഇൻപുട്ടിലേക്ക്, അടുത്ത NMOSന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. ഇവിടെ ഒരു NMOS ആണ്, ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ഈ ഔട്ട്പുട്ട് ആണ് അടുത്ത ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തത്. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട്. അപ്പൊ ഇവിടുത്തെ നമുക്ക് വർക്കിങ്ങിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളെ പ്രീചാർജ് ഫേസ് ആണ്. പ്രീചാർജ് ഫേസിൽ എന്താണ് ക്ലോക്ക് 0 ആയിരിക്കും. ക്ലോക്ക് 0 ആയിരിക്കും എന്താണ് PMOS ഓൺ ആണ്. നമ്മൾ ഇപ്പോൾ ഇൻപുട്ട് ഇപ്പോൾ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ NMOS ഇതും ഓഫ് ആണ്, ഈ NMOS ഓഫ് ആണ്. അപ്പൊ അങ്ങനെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക, VDD ആയിരിക്കും, ഹൈ വോൾട്ടേജ് ആയിരിക്കും അല്ലെ. ഇവിടെ എന്താ ഉള്ളത്, VDD ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ക്ലോക്ക് 0 ആകുമ്പോഴത്തേക്ക് എന്താണ് ഇത് ഓൺ ആണ്. ഇത് ഓൺ ആകുമ്പോഴത്തേക്ക് ഈ ഔട്ട്പുട്ടിലും VDD എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയറിയാം ക്ലോക്ക് ഇവിടെ 0 ആണ്. ഈ ടൈമിംഗ് ഡയഗ്രത്തിലേക്ക് ചെക്ക് ചെയ്യുക, ക്ലോക്ക് 0 ആണ്, ഇൻപുട്ടും 0 ആണ്, നമ്മുടെ രണ്ട് ഔട്ടും എന്താണ് 1 ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ക്ലോക്ക് 1ലേക്ക് നോക്കാം. ക്ലോക്കിന്റെ റൈസിംഗ് എഡ്ജിലേക്ക് പോവാണ്, 1ലേക്ക് പോവാണ്. സോ അടുത്ത ക്ലോക്ക് 1 ആകുമ്പോൾ എന്താണ് ഈ PMOS ഓഫ് ആയി. അപ്പൊ NMOS എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഇനി ഇൻപുട്ടും ഇവിടെ 1 ആണ് അസ്യൂം ചെയ്യുക. നമ്മൾ ഡയഗ്രത്തിൽ നോക്കി അറിയാം, ടൈമിംഗ് ഡയഗ്രത്തിൽ ഇൻപുട്ട് എന്തായി 1 ആയി. ഇൻപുട്ട് 1 ആകുമ്പോഴത്തേക്ക് എന്താണ് ഈ NMOS ഓൺ ആയി. ഈ രണ്ട് ഓൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്താണ് നേരെ ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആയി എന്തായിരിക്കും 0യിലേക്ക് പോകും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് ആക്ച്വലി ഇവിടെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ നമ്മൾ തിയററ്റിക്കലി പറയാണ് ഔട്ട് 1, ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട് 0 ആണ് ഇപ്പോഴത്തെ കേസിൽ, കാരണം ഇൻപുട്ട് 1 ആയപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ 0 ആണ് ഇങ്ങോട്ടേക്ക് പോവുക, ഈ അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് പോവുക. ഈ 0 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ NMOS ഓഫ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ ക്ലോക്ക് 1 ആയതുകൊണ്ട് ഈ NMOS ഓൺ ആണ്, ഇത് ഓഫ് ആണ്. അപ്പൊ നേരത്തെ പ്രീചാർജ് ഫേസിലൂടെ VDD ആയിരുന്നു, ആ VDD എന്താണ് അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. കാരണം ഈ പെർട്ടിക്കുലർ NMOS ഓഫ് ആയതുകൊണ്ട് എന്താണ് ഡിസ്ചാർജിങ് നടക്കുന്നില്ല. ഇതാണ് തിയററ്റിക്കലി വേണ്ടത്. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ മതി. നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ എന്താണ് ഫസ്റ്റ് ഔട്ട് 1ൽ ഒരു കപ്പാസിറ്ററല്ലേ ഉള്ളത്, നമ്മുടെ ഡയഗ്രത്തിൽ പഠിച്ച ഒരു കപ്പാസിറ്റർ ആണ്. അപ്പൊ ആക്ച്വലി കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. VDD ഉണ്ടായിരുന്ന വോൾട്ടേജ് എന്താണ് ഡിസ്ചാർജ് ആയി പോവുകയാണ്. ഇത് ഡിസ്ചാർജ് ആവുമ്പോൾ ഇപ്പോൾ കറന്റ്ലി എന്താണ് നമ്മുടെ ക്ലോക്ക് 1 ആവുമ്പോൾ ഇവിടെ ഔട്ടിൽ 1 ആണ്, ഹൈ വോൾട്ടേജ് ഉള്ളത്. ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് ഇത് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവുമല്ലോ, ഇത് ഡിസ്ചാർജ് ആകാൻ തുടങ്ങുന്നു. ഈ ഡിസ്ചാർജ് ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടല്ലോ. നമ്മുടെ NMOSന്റെ കേസ് നമുക്ക് എന്താ അറിയാം, നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഈ പെർട്ടിക്കുലർ NMOSലേക്ക് ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഉള്ള കാലത്തുള്ള എന്തായിരിക്കും ഇത് ഓൺ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് VDD ഇവിടെ എന്താണ് നമ്മുടെ ഈ ടൈമിംഗ് ഡയഗ്രത്തിലേക്ക് നിങ്ങൾ നോക്കുക, VDD എന്താണ് ഔട്ട് 1 ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഇതാണ് ത്രെഷോൾഡ് വോൾട്ടേജ് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ആക്ച്വലി എന്താണ് ഈ NMOS ഓൺ ആയി തന്നെ ഇരിക്കും. ഈ NMOS ഓൺ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഓൾറെഡി ഈ പെർട്ടിക്കുലർ NMOS ഓൺ ആണ്. അപ്പോൾ ഇവിടെയുള്ള VDD എന്താണ് ഡിസ്ചാർജ് ആയി പോകും. ബട്ട് നമ്മൾ തിയററ്റിക്കലി എന്താണ് ഇവിടെ വേണ്ടത്, ഔട്ടിൽ VDD തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മുടെ ഔട്ട് തിയററ്റിക്കലി ഔട്ട് എന്താണ് ഔട്ട് 1, നമ്മുടെ ഇപ്പൊ ഇൻപുട്ട് 1 ആവുമ്പോൾ ഇവിടെ 0 ആവണം. ഇവിടെ 0 ആവുമ്പോഴത്തേക്ക് ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, ഔട്ട്പുട്ട് റിമെയിൻ VDD തന്നെയാണ്. ബട്ട് നമ്മുടെ ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് ത്രെഷോൾഡ് വോൾട്ടേജ് ഡിസ്ചാർജ് ആയി അതിലും കുറഞ്ഞ വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് NMOS പ്രാക്ടിക്കലി എന്താണ് ഓഫ് ആവുള്ളൂ. അതുവരെ എന്തായിരിക്കും ഈ VDD ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ടിൽ ആക്ച്വലി VDD നമ്മുടെ ഔട്ട് കിട്ടേണ്ടതാണെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ ഡിസ്ചാർജ് ആയി പോകും. എപ്പോഴാണോ ത്രെഷോൾഡ് വോൾട്ടേജ് ആവേണ്ടത് അപ്പോഴേക്ക് എന്താണ് അവിടെ ലോജിക് 0 ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട VDD ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് കിട്ടില്ല, ആ വോൾട്ടേജ് കുറച്ച് റെഡ്യൂസ് ആയി കിട്ടുള്ളൂ. ചിലപ്പോൾ 0യിലേക്ക് പോവാം. എത്രയുണ്ടോ പ്രൊപ്പഗേഷൻ ഡിലേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0യിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് ഡൈനാമിക് ലോജിക്കിന്റെ കാസ്കേഡിംഗ് ഇഷ്യൂ.
അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡ്യൂറിംഗ് ദ പ്രീചാർജ് ഫേസ് ക്ലോക്ക് 0 ആണെങ്കിൽ എന്തായിരിക്കും, രണ്ട് ഇൻവേർട്ടറിന്റെയും രണ്ട് സ്റ്റേജിന്റെയും ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് പ്രീചാർജ് VDD ആയിരിക്കും. ഇനി നമ്മൾ പ്രൈമറി ഇൻപുട്ട് ഒരു 0 to 1 ആയി വിചാരിക്കും. ഇനി ക്ലോക്ക് റൈസിംഗ് എഡ്ജിലേക്ക് പോയി, ദാറ്റ് ഈസ് ക്ലോക്ക് 1ലേക്ക് പോയി. ക്ലോക്ക് 1ലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്താണ്, ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ഔട്ട്പുട്ട് എന്താണ്, നമ്മൾ തിയററ്റിക്കലി എക്സ്പെക്ടഡ് എന്താണ്, ഫസ്റ്റ് ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് സെക്കൻഡ് ഔട്ട്പുട്ട് എന്താണ്, VDDയിൽ തന്നെ നിൽക്കണം, അതാണ് നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂ. ബട്ട് ഹൗഎവർ there is a finite propagation delay for the input to discharge ഔട്ട് 1നെ, ഈ ഔട്ട് 1നെ ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും. സോ സെക്കൻഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും, അവിടെ ആ ട്രാൻസിസ്റ്റർ ഓൺ ആയതുകൊണ്ട് അത് ഡിസ്ചാർജിലേക്ക് പോകും. ഓക്കെ, ആസ് ലോങ് ആസ് ഔട്ട് 1 exceeds the switching threshold voltage, എപ്പോഴാണോ നമ്മുടെ ഔട്ട് 1 ഡിസ്ചാർജ് ആയി നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് എത്തുന്നത്, അപ്പോഴേക്ക് എന്താണ്, അവിടെ ഒരു കണ്ടക്ടിംഗ് പാത്ത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഔട്ട് 2നും ഗ്രൗണ്ടിനും ബിറ്റ്വീനായിട്ട് ഒരു കണ്ടക്ടിംഗ് പാത്ത് ഉണ്ടായി, അവിടെ ഓൾറെഡി ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ആയി. അങ്ങനെ എപ്പോഴായിരിക്കും കണ്ടക്ടിംഗ് പാത്ത് ഡിസേബിൾഡ് ആവുന്നത്, നമ്മുടെ ആ ഫസ്റ്റ് ഔട്ട്പുട്ട് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടി കുറഞ്ഞ വോൾട്ടേജ് എത്തുമ്പോൾ, ദാറ്റ് ഈ സെക്കൻഡിലേക്കുള്ള ഇൻപുട്ട് ത്രെഷോൾഡ് വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എൻമോസ് ഓൺ ആവുള്ളൂ, ഓഫ് ആവുള്ളൂ. അപ്പോഴേക്ക് എന്തായിരിക്കും, നമ്മുടെ ഔട്ട് 2ൽ ഒരു ഇന്റർമീഡിയറ്റ് വോൾട്ടേജ് ലെവൽ എത്തിയേക്കും. അപ്പൊ നമ്മുടെ കറക്റ്റ് ലെവൽ നമുക്ക് കിട്ടാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ തനിയെ വന്നിരുന്ന് ഒന്ന് 2 തവണ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വീഡിയോ ആകുന്നിട്ട് കേട്ടാൽ മതി. ഇവിടെ തനിയെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കാസ്കേഡിങ് ഇഷ്യൂ. നമുക്ക് ആക്ച്വലി കിട്ടേണ്ട വാല്യൂ VDD ആണെങ്കിലും നമുക്ക് VDD കിട്ടുന്നില്ല. അതിന് വേണമെങ്കിൽ ഇങ്ങനെയും ഒരു സെന്റൻസിൽ പറയാം, ദ പ്രീചാർജ് 1 സ്റ്റേറ്റ് ഓഫ് ദ ഫസ്റ്റ് ഗേറ്റ് മേ കോസ് ദ സെക്കൻഡ് ഗേറ്റ് ടു ഡിസ്ചാർജ് പ്രിമച്ചുർലി. അപ്പൊ ആക്ച്വലി സെക്കൻഡ് ഗേറ്റ് ഡിസ്ചാർജ് ആകാൻ പാടില്ല, പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഗേറ്റിലുള്ള VDD എന്നുള്ള വോൾട്ടേജ് ഉള്ളതുകൊണ്ട് ഡിസ്ചാർജ് ആയി തീരാത്തതുകൊണ്ട് കറക്റ്റ് സ്റ്റേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് എന്താണ്, അത് സെക്കൻഡ് ഗേറ്റും ഡിസ്ചാർജ് ആകാൻ തുടങ്ങും. സോ വിച്ച് കനോട്ട് ബി റീസ്റ്റോർഡ് അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ. സോ ഇതിന് റിക്കവറി ഇല്ല ഈ എററിൽ നിന്ന്. എന്തായാലും ഈ എറർ ഉറപ്പായിട്ടും ഉണ്ടാവും, കാരണം നമുക്ക് എന്തായാലും ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവാൻ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഈ CL കപ്പാസിറ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഇന്റേണൽ കപ്പാസിറ്റൻസും അതിന്റെ എല്ലാം ടോട്ടൽ വാല്യൂ ആയിരിക്കും ലോഡ് കപ്പാസിറ്റർ. അപ്പൊ എന്തായാലും അതൊരു ഹൈ വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്തായാലും ഡിസ്ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കും. അത്രയും ടൈം നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ടൈം എടുക്കുമോ കപ്പാസിറ്റർ വോൾട്ടേജ് ഡിസ്ചാർജ് ആയി ത്രെഷോൾഡ് വോൾട്ടേജ് എത്താൻ, അപ്പൊ മാത്രമേ നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവുള്ളൂ. നമ്മുടെ ഈ റിക്വയർഡ് ട്രാൻസിസ്റ്റർ ഓഫ് ആകണമെങ്കിൽ മറ്റേത് ത്രെഷോൾഡ് വോൾട്ടേജും കുറഞ്ഞെത്തണം. അപ്പോഴേക്ക് നമ്മുടെ ഔട്ട്പുട്ട് VDD എന്നുള്ളതൊക്കെ പോയി ഒരു ഇന്റർമീഡിയറ്റ് വോൾട്ടേജിലേക്ക് എത്തിക്കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഒരു ഡെൽ വോൾട്ടേജ് എന്താണ്, നമുക്ക് ലോസ് ആയി പോകും. ദാറ്റ് ഈസ് എ കാസ്കേഡിങ് ഇഷ്യൂ ഓഫ് ഡൈനാമിക് ലോജിക്. അതിനെ ഓവർകം ചെയ്യാനുള്ളതാണ് എന്ത്, ഡോമിനോ ലോജിക്. ഡോമിനോ ലോജിക് സിമ്പിൾ ആണ്. നമ്മുടെ സെയിം ഡൈനാമിക് ലോജിക്കിന്റെ സർക്യൂട്ട് അതിന്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു സ്റ്റാറ്റിക് ഇൻവേർട്ടർ കണക്ട് ചെയ്തു. സ്റ്റാറ്റിക് ഇൻവേർട്ടർ ആണ്, ശ്രദ്ധിക്കണം. നമ്മുടെ CMOS ഇൻവേർട്ടർ ഇല്ലേ, PMOSും NMOSും വെച്ചിട്ടുള്ള നമ്മുടെ സാധാരണ ഇൻവേർട്ടർ ഇല്ലേ, ആ ഇൻവേർട്ടർ ആണ് CMOS സ്റ്റാറ്റിക് ഇൻവേർട്ടർ ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. VDD ഇവിടെ ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ ഇൻവേർട്ടർ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഡൈനാമിക് ഇൻവേർട്ടർ അല്ല, സ്റ്റാറ്റിക് ഇൻവേർട്ടർ. ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ഇൻവേർട്ടർ ആണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻവേർട്ടർ കണക്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ, നിങ്ങൾ തന്നെ തനിയെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു, ഇവിടെ ഔട്ട് 1 ആവുമ്പോൾ ഈ സെക്കൻഡിലുള്ള ട്രാൻസിസ്റ്ററും എന്തായി ഓണായിരിക്കുന്നതുകൊണ്ടാണ് അവിടെ വീണ്ടും ഡിസ്ചാർജിങ് നടക്കുക. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്ലോക്ക് 0 ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ PMOS ഓൺ ആയിരിക്കും. PMOS ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഈ ഔട്ട്പുട്ട് 1 അല്ല, ഈ ഡൈനാമിക്കിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. പിന്നെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ 0 ആണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരിക. അപ്പൊ ഇവിടെയുള്ള ട്രാൻസിസ്റ്റർ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക നമ്മുടെ നേരത്തെയുള്ള സർക്യൂട്ട് പോലെ ഇവിടെ NMOS ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ NMOSിലേക്ക് വരുന്നത് എന്താണ്, 0 ആണ്. അപ്പൊ NMOS എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. NMOS ഇവിടെ ഓഫ് ആയിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നേരത്തെ NMOS ഓൺ ആയിരുന്നുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ ഇവിടെ NMOS ഓഫ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ഇവാലുവേഷൻ ഫേസിൽ എന്താണ്, നമ്മുടെ ഇങ്ങോട്ടേക്ക് ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞ് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് ഡിസ്ചാർജ് ആയി പോകും. ഫസ്റ്റ് സ്റ്റേജിലുള്ള ഔട്ട്പുട്ട് ഡിസ്ചാർജ് ആയി പോകും. ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് എന്താണ്, അത് 0യിലേക്ക് പോവാണ്, ഹൈന്ന് ലോയിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 0 തന്നെയാണ്. എപ്പോഴാണോ ഇത് ലോയിലേക്ക് പോകുന്നത് അപ്പോഴാണ് ഔട്ട്പുട്ട് എന്താവുന്നത്, 1 ആവുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഔട്ട്പുട്ടിലേക്ക് ഹൈ വോൾട്ടേജ് വരും. അപ്പൊ നമ്മുടെ തിയററ്റിക്കലി എന്താണോ കിട്ടേണ്ടത് ആ സംഭവം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രം വെച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് ഡയഗ്രം നമ്മൾ പഠിച്ച ഡയഗ്രം വെച്ച് എന്താ പറയാം, ഇവിടെ ഒരു ഇൻവേർട്ടർ കണക്ട് ചെയ്യുകയാണ്. ഇൻവേർട്ടർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ എന്താണ്, ക്ലോക്ക് 0 ആയി. ക്ലോക്ക് 0 ആകുമ്പോൾ ഔട്ട് 1 എന്തായി, ഹൈ ആയിരിക്കും. ഔട്ട് 1 ഹൈ ആണെങ്കിൽ ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും.
ഓക്കെ, അപ്പൊ ഇവിടെയും ഹൈ ആണ്. നമ്മുടെ ക്ലോക്ക് 0 ആകുമ്പോഴത്തേക്ക് ഔട്ട് ടു എന്താണ് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മുടെ ഇൻപുട്ടിലേക്ക് 1 വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഈ 2 ട്രാൻസിസ്റ്ററും ഓൺ ആവും. ഈ 2 ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇവിടെ ഔട്ട് എന്താവും, നേരെ 0യിലേക്ക് ആവും. ഔട്ട് 1 0 ആകുമ്പോഴത്തേക്ക് ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്താവും, 1 ആവും. 1 ആകുമ്പോഴത്തേക്ക് ഇത് ഓൺ ആവും. ഇത് രണ്ടും ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ചാർജ് ആയി 0 ആവണം. അതാണ് ഇവിടുത്തെ തിയറട്ടിക്കൽ വാല്യൂ അല്ലേ. തിയറട്ടിക്കലി നമ്മൾ ഡോമിനോ ലോജിക്കാണ് ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഇൻവേർട്ടർ കണക്ട് ചെയ്യുന്നെങ്കിൽ ഔട്ട് ടു എന്താണ് 0 ആവേണ്ടത്. നേരത്തെ നമ്മൾ 1 ആണ്, അത് ആ സർക്യൂട്ടിന്റെ ഇംപ്ലിമെന്റേഷൻ. ഇത് തീർത്തും വ്യത്യസ്തമായ അടുത്ത ഡോമിനോ ലോജിക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഡോമിനോ ലോജിക്ക് ഈ കാസ്കേഡ് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂയിൽ ചേഞ്ച് ആവുന്നില്ല. അതാണ് ഡോമിനോ ലോജിക്കിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. കാരണം നേരത്തെ ഈ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആയിരുന്നുകൊണ്ടാണ് ആ ഡിസ്ചാർജിങ് ഇഷ്യൂ ഒക്കെ വന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. കാരണം ഇവിടെ ഓൺ തന്നെയാണ്, കറക്റ്റ് വാല്യൂ തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതിലും ഞാനൊരു ടൈമിംഗ് ഡയഗ്രം മറ്റേത് വരച്ചിട്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഒരു തനിയെ ഒരു ടൈമിംഗ് ഡയഗ്രം ഒക്കെ വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്ന് തനിയും കൂടെ ഒന്ന് ഒരു തവണ മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. സോ ഡോമിനോ ലോജിക് എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ടൈപ്പ് ഡൈനാമിക് ലോജിക് ബ്ലോക്ക് ഫോളോഡ് ബൈ എ സ്റ്റാറ്റിക് ഇൻവേർട്ടർ. ഒരു ഇൻവേർട്ടറും കൂടെ വരുന്നുണ്ട്. സോ ഡ്യൂറിംഗ് പ്രീ ചാർജ് ദ ഔട്ട്പുട്ട് ഓഫ് എൻ ടൈപ്പ് ഗേറ്റ് എന്താണ് VDD-യിലേക്ക് വരും. ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഡ്യൂറിംഗ് ഇവാലുവേഷനിൽ ഡൈനാമിക് ഗേറ്റ് കണ്ടീഷണലി ഡിസ്ചാർജ്, നമ്മുടെ PDN പുൾ ഡൗൺ നെറ്റ്വർക്കിലുള്ള ഇൻപുട്ട് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആണ് ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് ഓഫ് ദ ഇൻവെർട്ടർ എന്തായി, 0 to 1 ആയി. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ കാസ്കേഡിംഗ് പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് പഠിച്ചു വെച്ചാലും മതിയാവും, എങ്ങനെയാണ് ആ ഒരു കാസ്കേഡിംഗ് ഇഷ്യൂ അവോയ്ഡ് ചെയ്യുന്നുള്ളത്. ഔട്ട്പുട്ട് ഓഫ് ഡോമിനോ ഗേറ്റ് എന്താണ്, ഒരു ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഡയറക്ട്ലി കണക്ട് ടു ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് സ്റ്റേജ്. വിത്തൗട്ട് ഇൻവെർട്ടർ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലോഡ് കപ്പാസിറ്റർ എന്തായിരിക്കും, VDD-യിലേക്ക് റീചാർജ് ചെയ്ത് NMOS ഓൺ ആയിരിക്കും. ഹൗവർ ഇൻവെർട്ടർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ചാർജ് ഫേസ് അലോസ് എന്താണ്, CX ഡിസ്ചാർജ് ആവും, വിച്ച് ഗീവ്സ് എന്താണ് ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ അങ്ങനെ NMOSന്റെ സ്റ്റേജ് ഓഫ് ആയിട്ട് കാസ്കേഡിംഗ് ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സെന്റൻസ് എങ്ങനെയാണ് കാസ്കേഡിംഗ് ഇഷ്യൂ അവോയ്ഡ് ചെയ്യുന്നുള്ളതിന് ആൻസർ ആയിട്ട് ഇത് എഴുതിയാൽ മതിയാവും. ഇനി അതിനകത്ത് വേറൊരു കാര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള വേറെ 1-2 അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇങ്ങനെ സ്റ്റാറ്റിക് ഇൻവെർട്ടർ ഇവിടെ വന്നുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഔട്ട് ഓഫ് ദ ഗേറ്റ് ഈസ് ഡ്രിവൺ ബൈ സ്റ്റാറ്റിക് ഇൻവെർട്ടർ. കാരണം നേരത്തെ നമുക്ക് എന്താണ് ഒരു ഡൈനാമിക് ലോജിക്ക് മാത്രമേ ഉള്ളായിരുന്നു. അതിലെത്ര NMOS ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അവിടുത്തെ ലോഡ് കപ്പാസിറ്റർ CL വരുന്നത്. കാരണം എത്രമാത്രം അവിടെ NMOS ഉണ്ട് PMOS ഉണ്ട്, അതിന്റെ ഇന്റേണൽ കപ്പാസിറ്റൻസ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ലോഡ് കപ്പാസിറ്റർ എന്നുള്ള വാല്യൂ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്താ ഉള്ളത്, ഒരു ഇൻവെർട്ടർ ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻവെർട്ടറിന്റെ അവിടെ നിന്നാണ് ഔട്ട് എടുക്കുന്നത്. ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മുടെ ഈ പെർട്ടിക്കുലർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട്. അപ്പൊ എന്തായിരിക്കും, ഈ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിൽ ലോ ഇംപെഡൻസ് ഔട്ട്പുട്ടാണ്. ലോ ഇംപെഡൻസ് ഔട്ട്പുട്ട് ആയതുകൊണ്ട് അവിടെ ആകെ ഇൻവെർട്ടറിന് ആകെ ഒരു NMOS-ഉം PMOS-ഉം അല്ലേ ഉള്ളൂ. അവിടുത്തെ ഫാൻ ഔട്ടും കുറവായിരിക്കും. ഓൾറെഡി സ്റ്റാറ്റിക് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിൽ ലോ ഇംപെഡൻസ് ആണ്, അതുകൊണ്ട് നോയിസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇൻവെർട്ടറിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ സ്റ്റാറ്റിക് ഇൻവെർട്ടറിന്റെ അഡ്വാൻറ്റേജും കൂടെ ഇതിനകത്തേക്ക് പ്ലസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കപ്പാസിറ്റൻസും കുറയുന്നുണ്ട്. നമ്മുടെ ബഫർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ കപ്പാസിറ്റൻസ് ഔട്ട്പുട്ട് നോഡിലുള്ള കപ്പാസിറ്റൻസും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ലോഡ് കപ്പാസിറ്റൻസ് ഒക്കെ കുറയുന്നുണ്ട്. ഈ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ. ഇനി അടുത്തൊരു കേസ്, എന്തുകൊണ്ടാണ് ഇനി ഡോമിനോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അത് സെക്കൻഡ് സ്റ്റേജിനെ അഫക്ട് ചെയ്യുന്നു, അതിന്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിനെ അഫക്ട് ചെയ്യുന്നു. ഇതിങ്ങനെ റിപ്പിൾ ചെയ്ത് പോവല്ലേ. ഇത് സിമിലർ ടു എ ലൈൻ ഓഫ് ഫോളിങ്. ഡോമിനോസ് ഇങ്ങനെ ഫോളോ ചെയ്യില്ലേ, ആദ്യത്തെ രണ്ടാമത്തിലേക്ക് തൊട്ട് ഇങ്ങനെ പോയില്ലേ, അങ്ങനത്തെ ഒരു ഡോമിനോസ് ഫോളോ ചെയ്യുന്ന പോലെ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അടുത്തതിനെ അഫക്ട് ചെയ്ത് ഇങ്ങനെ റിപ്പിൾ ചെയ്ത് പോവല്ലേ. അതുകൊണ്ടാണ് ഇനി ഡോമിനോ ലോജിക് എന്നുള്ളൊരു പേരിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ആദ്യം എന്താണ് ഡൈനാമിക്കിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാസ്കേഡിംഗ് ഇഷ്യൂ എന്ന് എഴുതുക. ഫസ്റ്റ് എഴുതുക ഡോമിനോ ലോജിക് എന്തിനാണ്, ടു അവോയ്ഡ് ദ കാസ്കേഡിംഗ് ഇഷ്യൂസ് ഓഫ് ഡൈനാമിക് ലോജിക്. എന്നിട്ട് എന്താണ് കാസ്കേഡിംഗ് ഇഷ്യൂ എന്ന് ഈ ഒരു ടൈമിംഗ് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്താണ് ഡോമിനോ ലോജിക് എന്നുള്ള ജനറൽ ഡയഗ്രാം ആണിത്. ഈ ജനറൽ ഡയഗ്രത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഡയഗ്രത്തിൽ ഔട്ട്പുട്ടിലെ ഇൻവെർട്ടർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് എഴുതി ഈ ടൈമിംഗ് ഡയഗ്രം ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊക്കെ മാർക്ക് വെച്ചിട്ട് എഴുതാൻ മതി. അപ്പൊ എല്ലാവർക്കും എക്സാമിനൊക്കെ ഓൾ ദ ബെസ്റ്റ്. ഒരു ടോപ്പിക്കും കൂടെ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ. എനിക്ക് കുറെ കുട്ടികൾ ഓരോ ടോപ്പിക് അയക്കുന്നുണ്ട്, എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എനിവേ നിങ്ങൾക്കൊരു കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കുറെ ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു.
എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക, ജൂനിയേഴ്സിനൊക്കെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.